ദശലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ജീവസന്ധാരണം തേടിപ്പോയിരുന്നു. അവിടുന്ന് വരുന്ന വാർത്തകൾ, അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കേൾക്കുന്ന വിവരങ്ങൾ വലിയ ആശങ്ക, ഉത്കണ്ഠ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളിലുണ്ടാക്കുക. അത് ഒരു ഭാഗം. ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ഒരു ന്യായീകരണവുമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവർക്കും അറിയാം, ഇറാന് നേരെ നടത്തിയ നീതിരഹിതമായ ആക്രമണമാണ് ഇപ്പോഴത്തെ സംഭവങ്ങളുടെ തുടക്കം. എന്താണ് ഇറാൻ ചെയ്ത തെറ്റ്? ഇറാനെതിരെ അമേരിക്ക ആരോപിക്കുന്ന ആരോപണങ്ങളുണ്ട്. അവര് ആണവശക്തിയായി മാറുന്നു, ഒരു തരത്തിലുള്ള ആണവ നിയന്ത്രണത്തിനും അവർ തയ്യാറാകുന്നില്ല. ഇതാണ് ഒരു ആരോപണം. എന്നാൽ കുറച്ചു നാൾ മുൻപ് ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയോടെ ഇറാന് നേരെ നടത്തിയൊരു ആക്രമണമാണ്. അത് 12 ദിവസം നീണ്ടു നിന്നു. ആ 12 ദിവസം കൊണ്ട് ഞങ്ങളവിടുത്തെ ആണവശേഷി മുഴുവൻ തകർത്തു. ഇതായിരുന്നു ഇസ്രയേലിൻ്റെ അവകാശവാദം. എന്നാൽ അതോടൊപ്പം നാം കാണേണ്ട ഒരു വസ്തുതയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസി ഇറാനിൽ അരിച്ചുകുറുക്കി പരിശോധന നടത്തി. അവർ പറഞ്ഞു, ഇറാനിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവശേഷിയില്ല. അപ്പോൾ ഇറാന്റെ കയ്യിൽ ആണവശേഷിയില്ല. എന്നാൽ ലോകത്ത് ഏറ്റവും അധികം ആണവായുധങ്ങളുള്ളത് അമേരിക്കയുടെ കയ്യിലാണ്. ആ ആയുധങ്ങൾ കുറക്കാനോ നിയന്ത്രിക്കാനോ അവർ തയ്യാറായിട്ടില്ല. തങ്ങൾക്കതാവാം, മറ്റുള്ളവരൊന്നും ആണവശേഷിയിലേക്ക് നീങ്ങിക്കൂടാ എന്നതാണ് അമേരിക്കയുടെ ന്യായം. ഈ പറയുന്ന ആക്ഷേപത്തിന് ഒരു തരത്തിലും ഇറാൻ ഉത്തരവാദിയാകുന്നില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഒരു ഭാഗത്ത്, ഇറാൻ മറുഭാഗത്ത്. ഒമാൻ മധ്യസ്ഥ രാഷ്ട്രം. അങ്ങനെ മധ്യസ്ഥത സുൽത്താനേറ്റ് ഓഫ് ഒമാൻ നടത്തിയിരുന്നു. രഹസ്യമല്ല, പരസ്യമാണ്. ഒമാന്റെ
ആ മധ്യസ്ഥത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ നല്ല ശുഭാപ്തി വിശ്വാസമായിരുന്നു. അവരത് പരസ്യമായി പ്രകടിപ്പിച്ചു. അവർ പറഞ്ഞത് ഏതാനും നാളുകൾ നല്ല ശുഭവാർത്ത ലോകത്തിന് കേൾക്കാനും ഒരു പ്രശ്നം ആ ഘട്ടത്തിൽ വരുന്നു. ഇറാന്റെ ആണവോർജ പദ്ധതി, അതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുന്നില്ല എന്ന് അമേരിക്ക ആ ഘട്ടത്തിൽ ആരോപിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒമാൻ പറഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങൾ ഇറാനുമായി ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയിലൂടെ എല്ലാ കാര്യങ്ങൾക്കും ശാശ്വത പരിഹാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഒന്നും അവശേഷിക്കാതെ പരിഹാരത്തിൻ്റെ വക്കത്ത് നിൽക്കുന്നതാണ്. ഇത് പറഞ്ഞ് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപാണ് ഏകപക്ഷീയമായി ഇറാന് നേരെ ആക്രമണം നടന്നത്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ നേതൃത്വം കൊടുത്ത ഒമാൻ പറയുന്നു ഇറാൻ എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നത്, നല്ല ചർച്ചയാണ് നടക്കുന്നത്, ഏതാനും ദിവസം കൊണ്ട് ലോകത്തിനാകെ ശുഭവാർത്ത ലഭിക്കും. അപ്പോൾ ഏകപക്ഷീയമായ ആക്രമണമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒരു രാജ്യത്തിന് നേരെ തോന്നുംപടി ആക്രമണം നടത്താൻ പറ്റുമോ മറ്റൊരു രാഷ്ട്രത്തിന്? രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദയില്ലേ? ആ മര്യാദ തങ്ങൾക്ക് ബാധകമല്ല എന്നാണ് അമേരിക്കയുടെ നിലപാട്. രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതിരുന്നാൽ ഇടപെടേണ്ടതാണ് ഐക്യരാഷ്ട്രസഭയുടെ ചുമതല. ഐക്യരാഷ്ട്രസഭയെ ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറല്ല. അവർക്ക് തൊഴിൽ അവർ ചെയ്യും, തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതാണ് അമേരിക്കയുടെ. ഒരു കാരണവുമില്ലാതെ ഒരു ന്യായവും ലോകസമക്ഷം അവതരിപ്പിക്കാനില്ലാതെ ഇറാൻ എന്ന ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെ ആക്രമണം നടത്തുകയാണ്. ആക്രമണത്തിന്റെ പ്രത്യേകത കണ്ടില്ലേ? ആ രാജ്യത്തിന്റെ പരമോന്നത പരമാധികാരി അദ്ദേഹത്തെയും കുടുംബത്തെയുമാണ് വധിച്ചത്. അതിനെന്താണ് ഞാൻ ഓരോ രാജ്യത്തിനും അതത് രാജ്യങ്ങളുടെ നിലപാടുണ്ടാവുമല്ലോ. ഇവിടെ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങൾക്കൊപ്പം നിൽക്കണം. എന്താണ് ഒപ്പം നിൽക്കൽ? ഒപ്പം നിൽക്കൽ അമേരിക്ക എന്ത് ആഗ്രഹിക്കുന്നോ അതെല്ലാം നിവർത്തിച്ചു കൊണ്ടുപോകും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിന് എന്താണ് അർത്ഥം? പൂർണ്ണമായും അമേരിക്കക്ക് വിധേയത്വമുള്ള രാഷ്ട്രമായി മാറും. ഇറാൻ അതിന് തയ്യാറല്ല. അതിന് തയ്യാറല്ലാത്ത രാഷ്ട്രങ്ങളുടെ നേരെ ആക്രമണം അഴിച്ചുവിടാനും അവിടുത്തെ ഭരണാധികാരികളെ കൊലപ്പെടുത്താനും
ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിക്കാനും എല്ലാം അമേരിക്ക തയ്യാറാവുകയാണ്. ഇതൊക്കെ രാഷ്ട്രമര്യാദക്ക് ചേർന്നതല്ല, ഒരുതരം വന്യമൃഗ നീതിയാണ് നടക്കുന്നത്. വന്യമൃഗങ്ങളുടെ ഇടയിൽ പറഞ്ഞു കേൾക്കുന്നത് ഒരേറിയ ഒരാളുടെ സ്വന്തമായിരിക്കുന്നത്. അപ്പൊ അവിടെ മറ്റൊരാൾ എത്തിയാൽ അവർ തമ്മിൽ പോരടിച്ച് തീർക്കും. പരാജയപ്പെട്ടയാൾ ആ ഏറിയ വിട്ടുപോകും. ജയിച്ചുകളാൽ ഏറിയുടെ അധിപനായിരുന്നു. ഇത് സാധാരണ കടുവകളുടെ ഇടയിൽ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. നാട്ടിലിറങ്ങുന്ന ചില കടുവ ഇത്തരത്തിലിറങ്ങുന്നവയാണ് എന്നും പിടികൂടിയപ്പോൾ അവയ്ക്ക് പലതിനും വലിയ പരിക്ക് ഇവിടെ പിടിച്ചപ്പോൾ ഉണ്ടായതല്ല, നാട്ടിലുള്ള ഏറ്റുമുട്ടലിൽ ഈ പുള്ളി പരാജയപ്പെടുമ്പോൾ ഉണ്ടായതാണ് എന്നുമാണ് ആളുകൾ പറയുന്നത്. ആ കാട്ടുനീതിയാണോ അല്ലെങ്കിൽ ആ വന്യമൃഗ നീതിയാണോ രാഷ്ട്രങ്ങൾ തമ്മിൽ പാലിക്കുന്നു? ഞങ്ങളുടെ കയ്യിലായതുകൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യും, അതിന് കരുത്തുണ്ട്. ഇതല്ലേ അമേരിക്ക കാണിക്കുന്നു. എല്ലാ കാലത്തും അമേരിക്കൻ സാമ്രാജ്യത്വം ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചു പോയിട്ടുണ്ട്.